കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BSc മാത്തമാറ്റിക്സ് 4th സെമസ്റ്ററിലെ ലീനിയർ ഓൾജിബ്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊഡ്യൂൾ 2 സബ്സ്പേസസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സബ്സ്പേസസിലെ കുറച്ച് എക്സാമ്പിൾസിനെ പരിചയപ്പെടുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്ന എക്സാമ്പിൾ ദ സീറോ സ്പേസ്. ഓക്കെ, നമ്മൾ വി എന്ന് പറയുന്ന എനി വെക്ടർ സ്പേസ് എടുത്തു. W എന്ന് പറയുന്നത് സിംഗിൾട്ടൺ സെറ്റ് 0 എടുത്തു. 0 എന്ന് പറഞ്ഞാൽ അഡിറ്റീവ് ഐഡന്റിറ്റി ആയിട്ടുള്ള 0 എടുത്തു. അപ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് വി ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഇതിൽ എന്ത് മാത്രമേ ഉള്ളൂ? 0 എന്ന് പറയുന്ന എലമെന്റ് മാത്രമേ ഉള്ളൂ, 0 വെക്ടർ മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്കിതിൽ വെക്ടർ അഡീഷൻ ക്ലോസ്ഡ് ആണോ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആണോ എന്ന് തന്നെ നോക്കിയാൽ മതി എന്നാണ് നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്കിതിലെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും വെക്ടർ അഡീഷനും നോക്കാം. 0 + 0, അതായത് 2 എലമെന്റ് എടുത്ത് ആഡ് ചെയ്തു. 2 എലമെന്റ് എടുക്കാനില്ല, ഇവിടെ ആകെ ഒരു എലമെന്റേ ഉള്ളൂ. 0 + 0 വിച്ച് ഇസ് ഈക്വൽ ടു 0. അതായത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം എഗെയിൻ കിട്ടിയ എലമെന്റും എഗെയിൻ ഇവിടെ തന്നെ ഉണ്ട്, ഡബ്ല്യൂലുണ്ട്. അപ്പൊ വെക്ടർ അഡീഷൻ ക്ലോസ്ഡ് ആണ്. അതുപോലെ തന്നെ k is any scalar and k into 0 equal to again 0. അപ്പൊ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ വെക്ടർ അഡീഷനും ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? W is a subspace of V എന്ന് പറയാം. W is a subspace of V. ഓക്കെ, അതുപോലെ നമുക്ക് എന്ത് പറയാം? ഈ ഡബ്ല്യുവിന് നമ്മൾ പറയുന്ന പേരാണ് സീറോ സബ്സ്പേസ് അല്ലെങ്കിൽ ട്രിവിയൽ സബ്സ്പേസ് എന്നൊക്കെ പറയാം. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ ലൈൻസ് ത്രൂ ദ ഒറിജിൻ are subspaces of R2 and R3. ഓക്കെ, നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്. അതായത് R2 R3 എന്ന് പറയുന്ന നമ്മളുടെ വെക്ടർ സ്പേസസ് എടുക്കാം. അതിൽ നിങ്ങൾ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ലൈൻസ് എടുക്കാം. അത് സബ്സ്പേസ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനുവേണ്ടി ഇവിടെ നമ്മൾ V ഈക്വൽ ടു ഒന്നുകിൽ നമ്മൾ R2 എടുത്തു അല്ലെങ്കിൽ നമ്മൾ R3 എടുത്തു, ഏതെങ്കിലും ഒന്ന് എടുക്കാം കേട്ടോ, ഇഷ്ടമുള്ള എടുക്കാം. ഇനി W എന്ന് പറയുന്നത് എന്താ? W ഈസ് എ ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ. ഓക്കെ, ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ലൈൻ ബിയുടെ ഒരു സബ്സ്പേസ് ആണെന്ന് പറയുകയാണ്. അപ്പൊ ഇതിനു വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൈനിന്റെ മുകളിലെ 2 വെക്ടേഴ്സ് എടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലൈനിന്റെ മുകളിലെ ഒരു വെക്ടർ എടുത്ത് അതിനെ ഒരു സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടും? അതേ ലൈനിന്റെ മുകളിൽ മറ്റൊരു വെക്ടർ കിട്ടും. സോ നമുക്ക് എന്ത് പറയാം? W എന്ന് പറയുന്നത് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് പറയാം. ഓക്കെ, അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഞാൻ ജോമെട്രിക്കലി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഞാൻ നിങ്ങൾ വേർഡ്സിൽ എഴുതിയാൽ മതി, വേറെ ഒന്നും വേണ്ട. നമുക്കിവിടെ ഒരു ഫിഗർ വരയ്ക്കാം. ഓക്കെ, നമ്മളിവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ നമ്മളിവിടെ 2 വെക്ടേഴ്സ് എടുക്കുക. അതായത് ഇതാണ് ഒറിജിൻ പാസിംഗ്, അതായത് ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ, ഇതാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാനൊരു വെക്ടർ കൺസിഡർ ചെയ്തു. കറക്റ്റ് ഒറിജിൻ അല്ലാന്ന് തോന്നുന്നു അല്ലേ? എനിവേ നിങ്ങൾ അങ്ങനെ കൺസിഡർ ചെയ്യുക കേട്ടോ. ഇവിടെ ഞാൻ ഇതിലൂടെ ഈ ലൈനിന്റെ മുകളിലുള്ള ഒരു വെക്ടർ കൺസിഡർ ചെയ്തു. ഇതാണ് ഞാൻ കൺസിഡർ ചെയ്ത വെക്ടർ. ഇതിനെ ഞാൻ U എന്ന് വിളിച്ചു. ഓക്കെ, അനദർ വെക്ടർ എടുത്തു, അതിന് ഞാൻ V എന്ന് വിളിച്ചു. അങ്ങനെയെങ്കിൽ U + V എന്ന് പറയുന്ന വെക്ടറിലെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന ഈ വെക്ടറും എവിടെ തന്നെയാണ് കിടക്കുന്നുണ്ടാവുക? U + V എന്ന് പറയുന്ന ഈ വെക്ടറും ഈ ലൈനിന്റെ മുകളിൽ തന്നെയാണ് കിടക്കുക. ഈ ലൈനാണ് നമ്മളുടെ W എന്ന് പറയുന്നത്. ഓക്കെ, സ്പേസ്. അപ്പൊ ഈ W എന്താണ്? ഒരു വെക്ടർ സ്പേസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? W ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. W ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. അണ്ടർ അഡീഷൻ. നമ്മൾ വേറൊരു ലൈൻ എടുക്കുകയാണ്. ഇതാണ് നമ്മളുടെ മറ്റൊരു ലൈൻ. ഈ ലൈനിൽ ഞാൻ ഒരു വെക്ടർ മാർക്ക് ചെയ്തു V.
ഇതാണ് നമ്മൾ വി എന്ന് പറയുന്ന വെക്ടർ കേട്ടോ. ഇത് ഈ വി എന്ന് പറയുന്ന വെക്ടറും അതുപോലെ തന്നെ കെ എന്ന് പറയുന്ന സ്കെലാർ എടുത്തു. 2 ആണെന്ന് 2 അല്ലെ 3 ഏതെങ്കിലും ഒരു സ്കെലാർ എടുക്കുക. എന്നിട്ട് ഞാൻ ഈ വി എന്ന് പറയുന്ന വെക്ടറിനെ കെ ഇൻറ്റു വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതപ്പോൾ അത് എവിടെ തന്നെ കിടക്കുക, അതാ അത്രയും ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് അത്രയും, അതായത് കെ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് കുറച്ചുകൂടെ വലുതായിട്ട് കിടക്കും, കെ ലെസ് ദാൻ 1 ആണെങ്കിൽ ചെറുതായിട്ട് കിടക്കും. ഓക്കെ, അപ്പോൾ കെ വി എന്ന് പറയുന്ന വെക്ടർ ഇവിടെ കിടക്കുക. ഇതാണ് നമ്മളെ ലൈൻ, ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. കെ വി എന്ന് പറയുന്ന വെക്ടർ ഇത് അവിടെ കിടക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം, W ഈസ് ക്ലോസ്ഡ് അണ്ടർ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് പറയാം, W എന്ന് പറയുന്നത് ഒരു സബ്സ്പേസ് ആണ് എന്ന് പറയാം. W ഈസ് എ സബ്സ്പേസ് ഓഫ് V. അതുപോലെ തന്നെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, പ്ലെയിൻസ് ത്രൂ ദ ഒറിജിൻ എന്ന് പറയുന്നത്. പ്ലെയിൻസ് ത്രൂ ദ ഒറിജിൻ ആർ സബ്സ്പേസസ് ഓഫ് R3. ഈ രണ്ട് സബ്സ്പേസസിനും വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ നമ്മൾ പഠിക്കുമ്പോൾ. ജസ്റ്റ് ഞാൻ അതും കൂടെ എഴുതാം. പ്ലെയിൻസ് ത്രൂ ദ ഒറിജിൻ ആർ subspaces of R2 and R3. ഓക്കെ, ഇവിടെ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വീന്ന് എടുക്കുന്നത് നമ്മൾ ഒന്നുകിൽ R2 അല്ലെങ്കിൽ R3 ആണ് കേട്ടോ. ഇവിടെ R2 എന്ന് പറയുന്ന ഒറ്റ പ്ലെയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ R2 കൺസിഡർ ചെയ്യുന്നില്ല, R3 മാത്രം. R2 എന്ന് പറയുന്ന പ്ലെയിൻ മാത്രമല്ലേ ഉള്ളൂ. R3 പ്ലെയിൻസ് ത്രൂ ദ ഒറിജിൻ ആർ സബ്സ്പേസസ് ഓഫ് R3. ഓക്കെ, ഇവിടെ നമ്മൾ എടുക്കുന്നത് V is equal to R3 ആണ്. ഓക്കെ, ഇനി W എന്ന് പറയുന്നത് എന്താണ്, പ്ലെയിൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ. W എന്ന് പറയുന്നത് എ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ. ഓക്കെ, പ്ലെയിൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ. ഇനി എടുത്തു നമ്മൾ, ഇനിയെങ്കിൽ നമുക്ക് ഇതിന്റെ വെക്ടർ അഡീഷൻ, അതായത് പ്ലെയിനിൽ രണ്ട് വെക്ടേഴ്സ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ പ്ലെയിനിൽ തന്നെ കിടക്കും. അതുപോലെ ആ പ്ലെയിനിൽ ഒരു വെക്ടർ എടുത്ത് തന്നെ സ്കെലാർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതും ആ പ്ലെയിനിൽ തന്നെ കിടക്കും. അപ്പൊ ശരിക്കും ഇതിന്റെ വെക്ടർ അഡീഷനും ഇതിന്റെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും എന്താണ്, ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം W എന്ന് പറയുന്നത് ഒരു സബ്സ്പേസ് ആണെന്ന് പറയാം. ഞാൻ ജസ്റ്റ് എഴുതാം, ഇഫ് U and V are vectors in plane in W എഴുതിയാൽ മതിയല്ലോ, vectors in W. Okay, then U plus V and KU also lie in the same plane W for any scalar K. വേണമെങ്കിൽ ജോമെട്രിക്കലി ഒന്ന് കാണിക്കാം ഞാൻ. ഇവിടെ ഞാൻ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനൊരു വെക്ടർ എടുത്തു, അതായത് പ്ലെയിനിൽ ഞാൻ രണ്ട് വെക്ടേഴ്സ് എടുത്തു. ഇവിടെ ഞാനൊരു U എന്ന് പറയുന്ന വെക്ടർ എടുത്തു, അതുപോലെ തന്നെ അഗെയിൻ V എന്ന് പറയുന്ന അനദർ വെക്ടർ എടുത്തു. V എന്ന് പറയുന്ന വെക്ടർ എടുത്തു, ആദ്യത്തേത് ഞാൻ U എന്ന് പറയുന്ന എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ U പ്ലസ് V എന്ന് പറയുന്നത് എവിടെയാണ് ഉണ്ടാവുക, നമുക്കറിയാം പാരലലോഗ്രാം ലോ അനുസരിച്ച് നമുക്ക് ഇത് രണ്ടും കൂടെ ചേരുന്ന പാരലലോഗ്രാമിന്റെ ഡയഗണൽ ആയിരിക്കും U പ്ലസ് V എന്ന് പറയുന്നത് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ശരിക്കും പാരലലോഗ്രാം വരയ്ക്കുക കേട്ടോ. എന്താ ഇവിടെ പാരലലോഗ്രാം ആവുമേ, പാരലലോഗ്രാം ആണ് വേണ്ടത്. അപ്പം ഈ ഒരു വെക്ടർ ആയിരിക്കും എന്ത്, U പ്ലസ് V എന്ന് പറയുന്നത്. അത് എവിടെ തന്നെ ഉണ്ടാവുക, ശരിക്കും ഈ പ്ലെയിനിൽ തന്നെയാണ് ഉണ്ടാവുക.
അതുപോലെ തന്നെ യു എന്ന് പറയുന്ന വെക്ടർ ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കെ ഇൻറ്റു യു എന്ന് പറയുന്ന വെക്ടർ എന്തായിരിക്കും? കെ ഇൻറ്റു യു എന്ന് പറയുന്നത് ഇതിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കെ ഇൻറ്റു യു എന്ന് പറയുന്ന വെക്ടർ. അതും എവിടെ തന്നെയാണ് വരിക? അതും ആ പ്ലെയിനിൽ തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് വളരെ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ കേട്ടോ. എന്താന്ന് വെച്ചാൽ ഒന്നാമത്തത് സബ്സ്പേസസ് ഓഫ് R2. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സബ്സ്പേസസ് ഓഫ് R2 ഏതൊക്കെയാണ്? നമുക്കറിയാം അല്ലെ, ഏതൊരു സബ്സ്പേസസിന്റെയും ഏതൊരു വെക്ടർ സ്പേസിന്റെയും ട്രിവിയൽ സ്പേസ് എന്തായിരിക്കും? സീറോ സ്പേസ് ഉണ്ടാവും അല്ലെ. സബ്സ്പേസസ് ഓഫ് R2 എന്ന് പറയുന്നത് ഒന്നാമത്തത് സീറോ സ്പേസ്, രണ്ടാമത്തത് R2 തന്നെ, മൂന്നാമത്തത് നമ്മൾ പറഞ്ഞു ലൈൻസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ. ഇതല്ലാതെ മറ്റൊരു സബ്സ്പേസ് ആർക്ക് ഉണ്ടാവില്ല? R2 ഉണ്ടാവില്ല. ലൈൻസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ. ഓക്കെ, ആകെ R2ന് 3 സബ്സ്പേസസേ ഉള്ളൂ. ഒന്ന് 0, ഒന്ന് R2 ഇറ്റ്സെൽഫ്, പിന്നെ ലൈൻസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ. ഇതല്ലാതെ മറ്റൊരു സബ്സ്പേസ് ആർക്ക് ഉണ്ടാവില്ല? R2ന് ഉണ്ടാവില്ല. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് സബ്സ്പേസസ് ഓഫ് R3 ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. സബ്സ്പേസസ് ഓഫ് R3. R3ന്റെ സബ്സ്പേസസ് ഏതൊക്കെയായിരിക്കും? 0, പിന്നെ R3 ഇറ്റ്സെൽഫ്, പിന്നെയോ നമ്മൾ പറഞ്ഞു ലൈൻസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ. ലൈൻസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ. പിന്നെയുള്ളത് പ്ലെയിൻസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ. പ്ലെയിൻസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ. ഇങ്ങനെ ഈ ഒരു 4 സബ്സ്പേസ് അല്ലാതെ വേറെ ഒന്നും ആർക്കുണ്ടാവില്ല? ത്രൂ ദ ഒറിജിൻ. എഴുത്ത് മനസ്സിലാവുന്നുണ്ടോ? ഈ 4 സബ്സ്പേസ് അല്ലാതെ വേറൊരു സബ്സ്പേസും R3ക്ക് ഉണ്ടാവില്ല. ഏതൊക്കെയാണ്? സീറോ സ്പേസ്, R3 ഇറ്റ്സെൽഫ്, ലൈൻസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ ആൻഡ് പ്ലെയിൻസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ സബ്സ്പേസസ് ഓഫ് R2 ആൻഡ് R3 എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് ഒരു സബ്സ്പേസ് അല്ലാത്തതിനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഇതല്ലാത്ത ഒന്ന് സബ്സ്പേസ് ആവില്ല. അപ്പൊ R2ൽ ഈ 3 അല്ലാതെ വേറെ ഒന്നും സബ്സ്പേസ് ആവില്ല എന്ന് പറഞ്ഞില്ലേ, അതിന്റെ എക്സാമ്പിൾ പറയാം കേട്ടോ. എ സബ്സെറ്റ് ഓഫ് R2 ദാറ്റ് ഈസ് നോട്ട് എ സബ്സ്പേസ് അല്ലാത്ത ഒരു കാര്യം പറഞ്ഞുതരാം. Let W be the set of all points xy in R2 for which x greater than or equal to y greater than or equal to 0 and ഉണ്ട് കേട്ടോ ഇവിടെ x greater than or equal to 0 and y greater than or equal to. അതായത് നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്ന v എന്ന് പറയുന്നത് R2 ആണ്. W എന്ന് പറയുന്നത് എന്താണ്? set of all xy in R2 such that x greater than or equal to 0 and y greater than or equal to 0. ഇതെന്താ സാധനം? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0. അതായത് R2ൽ എക്സും വൈയും ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0 ആവുന്ന ഇവരെവിടെയാണ്? ഫസ്റ്റ് ക്വാഡ്രന്റ് വരും അല്ലേ? ഇത് കംപ്ലീറ്റ് ആയിട്ട് അല്ലേ വരാം. അപ്പോൾ ഈ ഒരു പോർഷൻ, ഈ R2ന്റെ ഈ ഒരു പോർഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇതൊരു സബ്സ്പേസ് ആവുമോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത് സബ്സ്പേസ് ആവുമോ ഇല്ലയോ എന്നുള്ളത്. സബ്സ്പേസ് ആവോ? ഇതൊരു സബ്സെറ്റ് ആണല്ലേ, R2ന്റെ ഒരു സബ്സെറ്റ് ആണ്. ഇപ്പൊ സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും വെക്ടർ അഡീഷനും ക്ലോസ്ഡ് ആവുന്നുണ്ടോ നോക്കിയാൽ മതി. ഇപ്പൊ 2 എലമെന്റ്, ഇവിടെയുള്ള 2 എലമെന്റ് നമ്മൾ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള എലമെന്റ് തന്നെയാണോ നമുക്ക് കിട്ടുന്നത്? ആണല്ലേ, വെക്ടർ അഡീഷൻ ക്ലോസ്ഡ് ആണ്. ഇനി സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആണോ? സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആണോ എന്ന് എങ്ങനെയാ നോക്കുക? എനി സ്കെലാർ എടുത്ത് നമ്മൾ ഇതിലെ ഒരു മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ അത് ഇവിടെ കിടക്കുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ശരിക്കും നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കാം. വി എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തു, 1 1 എന്ന് പറഞ്ഞിട്ട്. അതിവിടെ ഉണ്ടാവുന്ന എലമെന്റ് ആണല്ലോ. ഞാൻ കെ എന്ന് പറയുന്ന ആള് -1നെയാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കെ വി കണ്ടുപിടിക്കുക. -1 × 1, 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 -1. ഇത് എവിടെ ഇല്ല? നമുക്ക് തന്ന ഡബ്ല്യൂയിൽ ഇല്ലാത്ത ഒരാളാ അല്ലെ. അപ്പോൾ നമുക്ക് ഇത് എന്ത് പറയാൻ പറ്റില്ല? സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് ക്ലോസ്ഡ് അല്ലെ. സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് ക്ലോസ്ഡ്. അതുകൊണ്ട് എന്താവില്ല? ഇറ്റ് ഈസ് നോട്ട് എ വെക്ടർ സ്പേസ്, ഇറ്റ് ഈസ് നോട്ട് എ സബ്സ്പേസ്. അല്ലെങ്കിലും ഇത് സബ്സ്പേസ് ആവില്ല. കാരണം നമ്മൾ എന്ത് പറഞ്ഞു? R2ന് ആകെ 3 സബ്സ്പേസസേ ഉള്ളൂ അല്ലെ. ആകെ 3 സബ്സ്പേസേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന് 0, ഒന്ന് R2, പിന്നെ ലൈൻസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ. അതിലൊന്നിലും വരാത്ത സാധനമല്ലേ ഇത്. അപ്പൊ ഇതെന്തായാലും സബ്സ്പേസ് ആവില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ മെട്രിക്സിന്റെ ഒരു സബ്സ്പേസസ് നോക്കാം.
അപ്പോൾ അഞ്ചാമത്തെ എക്സാമ്പിൾ നോക്കാം. എന്താന്ന് വെച്ചാൽ സബ്സ്പേസസ് ഓഫ് എം എൻ എൻ എൻ. സബ്സ്പേസസ് ഓഫ് n by n മെട്രിസസ്. എം എൻ എൻ എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള നൊട്ടേഷൻ കേട്ടോ, അങ്ങനെ തന്നെ എഴുതുന്നുണ്ട്. എം എൻ എൻ. ഓക്കെ, അപ്പൊ എം എൻ എൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ n by n മെട്രിസസ് എന്നാണ് അർത്ഥം. n by n ആയിട്ടുള്ള സ്ക്വയർ മെട്രിസസിന്റെ കളക്ഷൻ ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അറിയുന്ന കാര്യമാണ് സിമെട്രിക് മെട്രിസസ് എടുത്തു. W എന്ന് പറയുന്നത് സിമെട്രിക് മെട്രിക്സിന്റെ കളക്ഷൻ എടുത്തു. W എന്ന് പറയുന്നത് set of all symmetric matrices. ഇനി ഈ സിമെട്രിക് മെട്രിസസ് എന്താവും, ഇതൊരു സബ്സ്പേസ് ആവോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇനി നമുക്കറിയാം എ ബി എന്ന് പറയുന്ന രണ്ട് എലമെന്റ് W എന്ന് എടുത്തു. എ ബി എന്ന് പറയുന്ന രണ്ട് എലമെന്റ് W എന്ന് എടുത്തു. അതായത് എ ബി എന്ന് പറയുന്ന രണ്ട് സിമെട്രിക് മെട്രിക്സ് എടുത്തു. അങ്ങനെയാണെങ്കിൽ എ ട്രാൻസ്പോസ് എന്തായിരിക്കും? എ തന്നെയായിരിക്കും. ബി ട്രാൻസ്പോസ് എന്തായിരിക്കും? ബി തന്നെയായിരിക്കും. ഇതിന്റെ വെക്ടർ അഡീഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കാം. വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കാം. എ പ്ലസ് ബി എന്ന് പറയുന്നതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. ഇത് സിമെട്രിക് ആണോ നോക്കിയാൽ പോരെ. അതായത് എ ബി എന്ന് പറയുന്ന എലമെന്റ് ഡബ്ല്യൂലുണ്ടെന്ന് പറഞ്ഞാൽ എയും ബിയും സിമെട്രിക് ആണെന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബിയും എന്ത് തന്നെയാവണം? സിമെട്രിക് ആണ് എങ്കിൽ അത് ഇതിലുണ്ടാവും. എ പ്ലസ് ബി സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എ പ്ലസ് ബിയുടെ ട്രാൻസ്പോസ് എടുക്കുക. ട്രാൻസ്പോസ് ചെയ്തിട്ട് കിട്ടുന്ന എ പ്ലസ് ബി തന്നെയാണെങ്കിൽ അത് സിമെട്രിക് ആണ്. അപ്പൊ എ പ്ലസ് ബിയുടെ ഹോൾ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എഴുതാൻ പറ്റും. എ ട്രാൻസ്പോസ് എന്താ? എ എന്ന് പറയുന്ന സിമെട്രിക് മെട്രിക്സ് ആണ്, അതുകൊണ്ട് തന്നെ എ ട്രാൻസ്പോസ് ആരാണ്? എ ആണ്. പ്ലസ് ബി എന്ന് പറയുന്ന സിമെട്രിക് മെട്രിക്സ് ആണ്, അതുകൊണ്ട് ബി ട്രാൻസ്പോസ് എന്ന് പറയുന്ന ബി ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ പ്ലസ് ബിയുടെ ഹോൾ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചപ്പോൾ എ പ്ലസ് ബി എന്ന് കിട്ടി. അപ്പൊ നമുക്ക് പറയാം വെക്ടർ അഡീഷൻ ഈസ് ക്ലോസ്ഡ്. അഡീഷൻ ഈസ് ക്ലോസ്ഡ്. ഓക്കെ, അല്ലെങ്കിൽ W ഈസ് ക്ലോസ്ഡ് അണ്ടർ വെക്ടർ അഡീഷൻ എന്ന് എഴുതിയാൽ മതി കേട്ടോ. W ഈസ് ക്ലോസ്ഡ് അണ്ടർ ദ വെക്ടർ അഡീഷൻ. ഇനി നമ്മൾ കെ എന്ന് പറയുന്നൊരു സ്കെലാർ എടുത്തു. കെ ഈസ് എനി സ്കെലാർ. ഇനി നമ്മൾ കെ ഇൻറ്റു എ ദ ഹോൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കിതിനെ കെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ കെ തന്നെയാണ്. കെ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് കെ എ എന്ന് കിട്ടും. അതായത് ഇവിടെ നമുക്ക് എന്ത് പറയാം? സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും ക്ലോസ്ഡ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാം W ഈസ് ക്ലോസ്ഡ് അണ്ടർ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? സെറ്റ് ഓഫ് ഓൾ സിമെട്രിക് മെട്രിസസ് എന്ന് പറയുന്നത് ഒരു സബ്സ്പേസ് ഓഫ് n by n മെട്രിസസിന്റെ സബ്സ്പേസ് ആണെന്ന് പറയാം അല്ലെ. അപ്പൊ നമുക്ക് പറയാം W ഈസ് എ സബ്സ്പേസ് ഓഫ് M N N. നമുക്ക് എന്ത് പറഞ്ഞു? നമ്മളിപ്പോൾ സെറ്റ് ഓഫ് ഓൾ സിമെട്രിക് മെട്രിസസ് എടുത്തു കഴിഞ്ഞാൽ, സെറ്റ് ഓഫ് ഓൾ n by n സിമെട്രിക് മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അത് സെറ്റ് ഓഫ് ഓൾ n by n മെട്രിക്സസിന്റെ ഒരു സബ്സ്പേസ് ആണെന്ന് കിട്ടി. അതുപോലെ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്, രണ്ട് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് തന്നെ കിട്ടും. ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിനെ ഒരു സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കിട്ടും. അപ്പൊ ഈ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ കളക്ഷൻ എടുത്ത് അതെന്തായിരിക്കും? ഒരു സബ്സ്പേസ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ലോവർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതും ഒരു സബ്സ്പേസ് ആയിരിക്കും. അതുപോലെ ഡയഗണൽ മെട്രിക്സ് എടുത്ത് നോക്കുക. ഡയഗണൽ മെട്രിക്സ്, രണ്ട് ഡയഗണൽ മെട്രിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ നമുക്ക് ഡയഗണൽ മെട്രിക്സ് കിട്ടും. ഒരു ഡയഗണൽ മെട്രിക്സിനെ നമ്മളൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ നമുക്ക് ഡയഗണൽ മെട്രിക്സ് കിട്ടും. അപ്പൊ അതൊക്കെ ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ അതും സബ്സ്പേസസ് ആണ്. ഓക്കെ, അപ്പൊ പ്രൂവ് ചെയ്യണമെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് നോക്കാം. ഈ n by n മെട്രിക്സിന്റെ വെക്ടർ സ്പേസ് അല്ലാത്തതിനൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന W എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. ഇൻവേർട്ടിബിൾ മെട്രിക്സ്, സെറ്റ് ഓഫ് ഓൾ n by n ഇൻവേർട്ടിബിൾ മെട്രിക്സ് കേട്ടോ. n by n ഇൻവേർട്ടിബിൾ മെട്രിക്സ് ഇങ്ങനെ എഴുതിയാലും മതി. നിങ്ങൾക്ക് എങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക എന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. n by n ഇൻവേർട്ടിബിൾ മെട്രിക്സ് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിനെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവണം. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സ് ബിലോങ്സ് ടു M N N. അതായത് n by n മെട്രിക്സ് ആണ് സച്ച് ദാറ്റ് ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0.
അല്ലെങ്കിൽ നമ്മൾ പറയുക എ ഇൻവേഴ്സ് എക്സ് സിസ്റ്റം, അങ്ങനെയൊക്കെ പറഞ്ഞാലും മതി. ഇങ്ങനെയുള്ളൊരു കളക്ഷൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് സബ്സ്പേസ് ആവോ ഇല്ലയോ എന്നുള്ളതാണ്. ഇത് സബ്സ്പേസ് ആവോ ശരിക്കും? സെറ്റ് ഓഫ് ഓൾ n by n മെട്രിസസിന്റെ സബ്സെറ്റ് ആണ് ആര്? ഇൻവേർട്ടിബിൾ സെറ്റ് ഓഫ് ഓൾ ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് പറയും. അത് നമുക്ക് പറയാം. സബ്സ്പേസ് ആവോ ഇല്ലയോ? സബ്സ്പേസ് ആവോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ട ഒരു കണ്ടീഷൻ ഉണ്ട്. അതിന് ഐഡന്റിറ്റി എലമെന്റ് വേണമെന്നുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് 0 0 0 0 എന്ന് പറയുന്ന ആളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അവിടെ ഡിറ്റർമിനന്റ് ഓഫ് എ എന്താണ്? 0 ആണ്. അപ്പൊ നമുക്ക് അവിടെ ഐഡന്റിറ്റി എലമെന്റ് ഇവിടെ വരുന്നേ ഇല്ല. അപ്പൊ നമുക്കിത് എന്തായാലും സബ്സ്പേസ് അല്ല എന്ന് പറയാം. ഇനി നമ്മൾ പറഞ്ഞ കാര്യം നമ്മളിപ്പോൾ തൊട്ട് മുമ്പുള്ള തിയറം അനുസരിച്ചാണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ തിയറം അനുസരിച്ച് തന്നെ ഒന്നും ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും വെക്ടർ അഡീഷനും ഇത് ക്ലോസ്ഡ് ആണോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത്. അപ്പൊ നമ്മൾ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ അത് ക്ലോസ്ഡ് ആണോ എന്നുള്ളത് നോക്കാം. ഇപ്പൊ ഞാൻ യു എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്തു. എയും ബി എടുക്കാം അല്ലെ, യു ഒന്നും വേണ്ടല്ലോ. എ is equal to 1 2 2 5. നമുക്കറിയാം ഇതിന്റെ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 5 - 4 ആണ്, ദാറ്റ് ഈസ് 1 ആണ്. ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്തു. ഇതിന് ഞാൻ -1 2 -2 5 എന്ന് കൊടുത്തു. ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ അറിയാം. ഡിറ്റർമിനന്റ് ഓഫ് ബി is equal to -5 + 4, ദാറ്റ് ഈസ് equal to -1. ഇനി നമ്മളിത് എ പ്ലസ് ബി ഒന്ന് ചെയ്ത് നോക്കാം. a plus b equal to 1 plus -1 0, 2 plus 2 4, 2 plus -2 0, 5 plus 5 10. ഇനി ഡിറ്റർമിനന്റ് ഓഫ് a plus b ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഡിറ്റർമിനന്റ് ഓഫ് a plus b എന്ന് പറഞ്ഞാൽ 0 × 10 - 0 × 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇത് ഇൻവേർട്ടിബിൾ ആണോ a plus b? അല്ല. അപ്പൊ വെക്ടർ അഡീഷനിൽ ഇവിടെ ക്ലോഷർ പ്രോപ്പർട്ടി ഇല്ല. കാരണം നമ്മൾ രണ്ട് ഇൻവേർട്ടിബിൾ മെട്രിക്സ് എടുത്ത് ആഡ് ചെയ്തപ്പം നമുക്ക് കിട്ടിയ മെട്രിക്സ് ഇൻവേർട്ടിബിൾ അല്ല. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് പറയാം? വെക്ടർ അഡീഷൻ ഈസ് നോട്ട് ക്ലോസ്ഡ്. ഓക്കെ, ഇനി നമുക്ക് ഇത് സ്കെലാർ മൾട്ടിപ്ലിക്കേഷനിലും ക്ലോസ്ഡ് അല്ല കേട്ടോ. അതെങ്ങനെയാന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇപ്പൊ നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ എടുത്തല്ലോ. എ എന്ന് പറയുന്ന മെട്രിക്സ് എങ്ങനെയാ? 1 2 2 5. എന്നിട്ട് ഞാനിവിടെ സ്കെലാർ k = 0 ആയിട്ട് ചൂസ് ചെയ്യാനേ. അങ്ങനെയാണെങ്കിൽ k a എന്ന് പറയുന്നത് 0 × a എന്നാവും, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാവും. ഈ 0 എന്ന് പറയുന്ന മെട്രിക്സ് എന്തല്ല? നോട്ട് ഇൻവേർട്ടിബിൾ ആണ് അല്ലെ? നോട്ട് ഇൻവേർട്ടിബിൾ. അതായത് ഇത് വരുന്നത് ഇങ്ങനെയല്ലേ, 0 × 1 2 2 5. അപ്പം നമുക്ക് കിട്ടുന്ന മെട്രിക്സ് 0 0 0 0. ഇതെന്തല്ല? ഇത് നോട്ട് ഇൻവേർട്ടിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ മെട്രിക്സ് എന്തല്ല, സോറി, ഈ ഒരു സബ്സ്പേസ് ഇത് എന്തല്ല? സബ്സ്പേസ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് കാൽക്കുലസ് എന്ന് കുറച്ച് എക്സാമ്പിൾ പറയാം. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെറ്റ് ഓഫ് ഓൾ ഫംഗ്ഷൻസിന്റെ കേസ് ഒക്കെ അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് C of -∞ ആണ്. ഈ സബ്സ്പേസിനെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഇതിന്റെ മീനിങ് എന്താ? കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഓൺ -∞ to ∞. അതായത് റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് അത് സബ്സ്പേസ് ആണോ അല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ഇതെന്താ? ഫംഗ്ഷൻസിന്റെ ഒരു നമുക്കറിയാം. അതായത് നമുക്കറിയുന്ന കാര്യം ഇവിടെ നമ്മളെ V എന്ന് പറയുന്ന സെറ്റ് ആരാണ്? f of -∞ ആണ്. അതായത് സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ്. അതിലെ ഒരു സബ്സെറ്റ് ആണ് ആര്? C of -∞ to ∞ എന്ന് പറയുന്നത്. ഇതാരാണ്? സബ്സെറ്റ് ആണ്. സബ്സെറ്റ് ഓഫ് V ആണ്. ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇത് സ്കെലാർ മൾട്ടിപ്ലിക്കേഷനിലും വെക്ടർ അഡീഷനിലും ക്ലോസ്ഡ് ആണോ നോക്കിയാൽ മതി. ഇനി നിങ്ങൾ ചിന്തിക്കുക,
ഇവിടെ വെക്ടർ അഡീഷനിൽ ക്ലോസ്ഡ് ആവാൻ ഇത് സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. സി ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന്റെ കളക്ഷൻ ആണ്. രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആഡ് ചെയ്താൽ നമുക്ക് എഗെയിൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ കിട്ടുമോ? അത് നമുക്ക് അറിയുന്ന കാര്യമാണ്, നമ്മൾ കാൽക്കുലസിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താ പഠിച്ചിട്ടുള്ളത്? സം ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഈസ് കണ്ടിന്യൂസ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഓഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് എഗെയിൻ കണ്ടിന്യൂസ് എന്ന്. ഓക്കെ, കോൺസ്റ്റന്റ് ടൈംസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? സി ഓഫ് മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ, therefore it is a subspace. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് the subspace of all polynomials. നമുക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എങ്ങനെയാ പോളിനോമിയൽ എന്ന് പറയുന്ന ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന്? ഓർമ്മയുണ്ടോ? പോളിനോമിയൽ അതായത് നമ്മളിപ്പോൾ പറയുന്നതെല്ലാം എഫ് ഓഫ്, ഇവിടുത്തെ വി എന്ന് പറയുന്നത് നമ്മളുടെ എഫ് ഓഫ് കണ്ടിന്യൂസ് അല്ല സെറ്റ് ഓഫ് ഓൾ ഫംഗ്ഷൻസ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് ഈ സെറ്റ് ഓഫ് ഓൾ സബ്സ്പേസ് ഓഫ് ഓൾ പോളിനോമിയൽസിന്റെ ഫംഗ്ഷൻസ് നമ്മൾ എടുക്കുകയാണ്. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ പോളിനോമിയൽസിന് എക്സ്പ്രഷൻ ഉണ്ടായിട്ടുണ്ടാവുക? പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? അതായത് നമുക്ക് പോളിനോമിയലിനെ നമ്മൾ ഇങ്ങനെയല്ലേ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? പി ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര ടു എ എൻ എക്സ് പവർ എൻ അല്ലെ. ഇവിടെ എ നോട്ട്, എ വൺ, എ ടു എക്സെട്ര എ എന്ന് പറയുന്നതൊക്കെ എന്താണ്? കോൺസ്റ്റൻസ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, രണ്ട് പോളിനോമിയൽ ഫംഗ്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഗെയിൻ പോളിനോമിയൽ അല്ലേ കിട്ടുക? അതുപോലെ തന്നെ ഒരു പോളിനോമിയലിനെ ഒരു സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതും പോളിനോമിയൽ അല്ലേ കിട്ടുക? അപ്പൊ അത് രണ്ടും എന്താണ്? ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആണ്, അതുപോലെ തന്നെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബ്സ്പേസ് ഓഫ് എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പറയാനുള്ളത് ഇതാണ്. സം ഓഫ് ടു polynomial functions is a polynomial. അതുപോലെ തന്നെ ആൻഡ് എ കോൺസ്റ്റന്റ് ടൈംസ് എന്ന് പറഞ്ഞാൽ സ്കെലാർ മൾട്ടിപ്പിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എ കോൺസ്റ്റന്റ് ടൈംസ് എ polynomial is a polynomial. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? W ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. Hence W is a subspace of f of minus infinity to infinity. ഓക്കെ, ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ്. ശരിക്കും ഈ ഒരു സബ്സ്പേസിനെ നമ്മൾ W എന്ന് പറഞ്ഞത് ഈ ഒരു അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, പി ഇൻഫിനിറ്റി. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് കേട്ടോ, സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽ ഫങ്ഷൻസ്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഒരു എക്സാമ്പിൾ ഈ പോളിനോമിയൽ തന്നെയാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ജനറലൈസ് ചെയ്ത പോളിനോമിയൽ, ഡിഗ്രി ഒന്നും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. അടുത്ത എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ദ സബ്സ്പേസ് ഓഫ് പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. The subspace of polynomials of degree less than or equal to n.
ഇനി എന്തായിരുന്നു ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ ദാറ്റ് ഒക്വർ വിത്ത് ദ നോൺ സീറോ കോഎഫിഷ്യൻസ് അല്ലെ. അതായത് നമുക്കൊരു പോളിനോമിയലിൽ ഏറ്റവും ഹയസ്റ്റ് പവർ ഒരു ഒരു പോളിനോമിയലിൽ ആ വേരിയബിളിന്റെ ഏറ്റവും ഹയസ്റ്റ് പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഗ്രി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഞാൻ പറയാം, ഇങ്ങനെ പി ഓഫ് എക്സ് ഈക്വൽ ടു, ഇവിടെ ഞാൻ എ എൻ എക്സ് പവർ എൻ പ്ലസ് എ എൻ മൈനസ് വൺ എക്സ് പവർ എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര അപ് ടു എ വൺ എക്സ് പ്ലസ് എ നോട്ട് എന്ന് എഴുതിയ ഇതിന്റെ ഡിഗ്രി എന്താണ്? ഡിഗ്രി എന്ന് പറയുന്നത് n ആണ് അല്ലെ. ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു n ആണ്. ഇവിടെ എ എൻ നോട്ട് ഈക്വൽ ടു 0 ആവണം, എന്നാലാണ് nth ഡിഗ്രി പോളിനോമിയലിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് nth ഡിഗ്രി പോളിനോമിയലാണ്. ഈ പോളിനോമിയലിന്റെ ഡിഗ്രി n ആണ്. എപ്പോ? വെൻ എ എൻ നോട്ട് ഈക്വൽ ടു 0. എ എൻ 0 ആവാൻ പാടില്ല. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് എടുത്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സബ്സ്പേസ് ഓഫ് പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ്. ഇവിടെ നമ്മൾ ഈക്വൽ ടു n അല്ല പറഞ്ഞത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ് പറഞ്ഞത്. അതായത് എന്നിനേക്കാളും കുറവുള്ള പോളിനോമിയൽസിന്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു സബ്സ്പേസ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അതിന്റെ മീനിങ് എന്താ വെച്ചാൽ, രണ്ട് പോളിനോമിയൽസ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഗെയിൻ പോളിനോമിയൽ കിട്ടുന്നു. ഒരു പോളിനോമിയൽ എടുത്ത് അതിന്റെ സ്കെലാർ മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും ഒരു പോളിനോമിയൽ കിട്ടുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. സോ അതൊരു സബ്സ്പേസ് ആയിരിക്കും. പക്ഷെ ഇവിടെ ഈക്വൽ ടു n പറയാത്തത് എന്തായിരുന്നു? അപ്പൊ നമ്മളൊരു സ്പെഷ്യൽ കേസായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണത്. എന്താണ് നോട്ട് ചെയ്യേണ്ട കാര്യം? അതായത് ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ് it is not true that the set W of polynomials with a positive degree n is a subspace of f of minus infinity infinity. എന്തുകൊണ്ടായിരിക്കും പറഞ്ഞുതരാം കേട്ടോ. ബിക്കോസ് that set is not closed under addition. എന്താ ഇവിടെ പറഞ്ഞതെന്ന് മനസ്സിലായോ? അതായത് ഞാൻ ഇവിടെ എടുക്കുമ്പം ഞാൻ n ഈക്വൽ ടു 3 ആണെന്ന് സപ്പോസ്, n ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി 3 ആയിട്ട് വരുന്ന പോളിനോമിയൽസിന്റെ കളക്ഷൻ ഒരു സബ്സ്പേസ് ആവണമെന്നില്ല. അതേസമയം 3യോ അതിനേക്കാളും കുറവോ ഡിഗ്രി വരുന്ന പോളിനോമിയൽസിന്റെ കളക്ഷനാണ് സബ്സ്പേസ് ആവുക. ഓക്കെ, അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞുതരാം കേട്ടോ. അതായത് ഞാനിപ്പോൾ ഡിഗ്രി 3 ആണെന്ന് എടുത്തട്ടോ. അപ്പൊ ഞാനൊരു പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയൽ എടുത്തു. 1 + 2x + 3x². ഞാൻ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്ന അനദർ പോളിനോമിയൽ എടുത്തു. 5 + 7x - 3x². എന്നിട്ട് ഞാൻ പി ഓഫ് എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ചെയ്തു. അപ്പൊ എനിക്ക് എന്താ കിട്ടുക? 1 രണ്ടും കൂടെ ആഡ് ചെയ്യുക അല്ലെ. അപ്പോൾ 6 + 9x അങ്ങനെയല്ലേ കിട്ടുക. ഇതിന്റെ ഡിഗ്രി എത്രയാ? സോറി, ഞാൻ 2 ആണ് എടുത്തത്. ഇതിന്റെ ഡിഗ്രി എത്രയാണ്? ഡിഗ്രി 2. ഇതിന്റെ ഡിഗ്രി 2 ആണ്. ഇവിടുത്തെ ഡിഗ്രി ഞാൻ 3 ആണെന്ന് ആദ്യം പറഞ്ഞത്. ഇവിടുത്തെ ഡിഗ്രി എത്രയാ? 3. പക്ഷെ നമുക്ക് ആഡ് ചെയ്തപ്പോൾ കിട്ടിയ ഡിഗ്രി എത്രയാ? ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ n മാത്രം, അതായത് 3 അല്ലെങ്കിൽ 2 ഡിഗ്രി ഉള്ള ഞാൻ എഴുതിയതൊക്കെ തെറ്റിപ്പോയല്ലേ. ഡിഗ്രി 2, അതായത് ഡിഗ്രി 2 ആയിട്ടുള്ള 2 പോളിനോമിയൽസ് എടുത്ത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് എന്ത് കിട്ടിയില്ല? ഡിഗ്രി 2 തന്നെ ആയിട്ടുള്ള പോളിനോമിയൽ നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് n ഡിഗ്രിയാണ് എടുക്കുന്നതെങ്കിൽ പോളിനോമിയൽസ്
പോളിനോമിയൽസ് ഹൂസ് ഡിഗ്രി ഈസ് ഈക്വൽ ടു n ആണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ സബ്സ്പേസ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ സബ്സ്പേസ്. കാരണം ഇവിടെ പി ഓഫ് എക്സ് എടുത്തു, ക്യൂ ഓഫ് എക്സ് എടുത്തു, അത് എന്നിനേക്കാളും 2-നേക്കാളും ഡിഗ്രി കുറഞ്ഞതാണ് കിട്ടുന്നത്. അപ്പൊ നമ്മളുടെ പോളിനോമിയലിന്റെ സബ്സ്പേസ് എപ്പോഴും എങ്ങനെയാണ്? 2 കേസിലാണുള്ളത്. ഒന്നുകിൽ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് എടുത്തു, അല്ലെങ്കിൽ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, നോട്ട് ഈക്വൽ ടു n, ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഓക്കെ, അതാണ് നമ്മളുടെ W എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ W എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഹൂസ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് Pn എന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ എക്സാമ്പിൾസിൽ പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് തിയറംസും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കണം കേട്ടോ. എക്സസൈസ് പ്രോബ്ലംസും നന്നായിട്ട് നോക്കണം, എന്നാലേ നമുക്ക് കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ശരി.